നമസ്കാരം. കേരളത്തിനെ ഞെട്ടിച്ച 2 കപ്പൽ അപകടങ്ങൾ നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും ഇതിന് പിന്നിലെ ദുരൂഹതകൾ പൂർണ്ണമായി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതിനോടൊപ്പം സൃഷ്ടിച്ച പരിസ്ഥിതി നാശവും നഷ്ടപരിഹാരവും പ്രവചനാതീതമായി തുടരുകയാണ്. ഇതിനിടയിൽ കൊച്ചിക്ക് സമീപം പുറംകടലിൽ മുങ്ങിയ MSCയുടെ എൽസ-3 കപ്പൽ അപകടത്തെപ്പറ്റി പല വാദങ്ങളും ഊഹാപോഹങ്ങളും പുറത്തു വന്നിരുന്നു. അതിലൊന്നായിരുന്നു ഈ കപ്പൽ വിഴിഞ്ഞത്തു നിന്ന് പുറപ്പെടുമ്പോൾ ചരക്കുകൾ കൈകാര്യം ചെയ്തതിലുണ്ടായ അപാകതയാണ് കപ്പൽ മുങ്ങുന്നതിന് കാരണമായത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിൻ്റെ അന്വേഷണത്തിൽ ആ വാദത്തിൽ ഒട്ടും കഴമ്പില്ല എന്ന കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. വിഴിഞ്ഞത്തു നിന്നും കണ്ടെയ്നറുകൾ കയറ്റിയതിലോ അവയെ കപ്പലുമായി ബന്ധിപ്പിച്ചതിലോ ഒരു പിശകും ഉണ്ടായിട്ടില്ല എന്നാണ് ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിൻ്റെ കണ്ടെത്തൽ. കപ്പലിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ഉണ്ടായ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുവാൻ എഞ്ചിനീയർമാർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം അവർക്കുണ്ടായിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾക്കായി വിഴിഞ്ഞത്തെത്തുകയും CCTV ദൃശ്യങ്ങൾ, മറ്റു രേഖകൾ എന്നിവ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരുടെ എല്ലാം മൊഴികളും രേഖപ്പെടുത്തി. തുടർന്ന് വിഴിഞ്ഞത്തിന് ക്ലീൻ ചിറ്റ് നൽകുകയാണ് ഉണ്ടായത്. മെഡിറ്ററേനിയൻ കടലിൽ ഉണ്ടാകുന്ന 15 മീറ്റർ ഉയരമുള്ള തിരമാലകൾ പോലും അതിജീവിക്കാൻ കഴിയുന്നതാണ് എൽസ-3 എന്ന കപ്പൽ. എന്നാൽ കൊച്ചി കടലിൽ വെച്ച് 26 ഡിഗ്രി ചരിഞ്ഞപ്പോഴേക്കും കപ്പൽ മുങ്ങാൻ തുടങ്ങുകയും 12 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും മുങ്ങുകയും ചെയ്തു. കപ്പലിൻ്റെ സന്തുലനം ഉറപ്പാക്കുന്ന അടിത്തട്ടിലെ ബല്ലാസ്റ്റ് സംവിധാനത്തിൻ്റെ തകരാറാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു വശത്ത് വെള്ളം നിറഞ്ഞ് കപ്പൽ ചരിഞ്ഞപ്പോൾ മറുവശത്ത് വെള്ളം നിറച്ച് ബാലൻസ് ചെയ്യുന്ന സംവിധാനത്തിൻ്റെ തകരാറാണ് കാരണമായി പറയുന്നത്. പഴഞ്ചൻ കപ്പലുകൾ ഒഴിവാക്കുന്നതിന് പകരം അവയെ ഫീഡർ വെസലുകളാക്കി മാറ്റി സർവീസ് നടത്തുന്നു എന്ന ആരോപണവും ശക്തമാണ്. ശരാശരി 25 വർഷമാണ് കപ്പലുകളുടെ കാലാവധിയായി പറയപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കിയാൽ ഉണ്ടായ കപ്പൽ അപകടങ്ങളിൽ 42% പഴഞ്ചൻ കപ്പലുകളായിരുന്നു. കാലാവധി കഴിഞ്ഞ പഴഞ്ചൻ കപ്പലുകളെ പൊളിക്കുന്ന ഭീമമായ ചിലവ് ഒഴിവാക്കി അവയെ വീണ്ടും സർവീസ് നടത്തി വരികയാണ്. കപ്പൽ അപകടം കഴിഞ്ഞ് ദിവസങ്ങളോളം ഇതിനെപ്പറ്റി കേസ് എടുക്കാതിരുന്നതിൽ പഴികേട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒടുവിൽ നിയമ നടപടികൾ തുടങ്ങി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കപ്പൽ കമ്പനി കണ്ടെയ്നറുകൾ വീണ്ടെടുക്കുന്നതിലോ കപ്പൽ ഉയർത്തുന്നതിലോ എണ്ണ ചോർച്ച തടയുന്നതിലോ കാണിച്ച ഉദാസീനതയ്ക്ക് ഒടുവിൽ കോടതി ഇടപെടൽ വരെ വേണ്ടി വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ എൽസ-3 കപ്പലിനെതിരെ കാർഗോ മാനിഫെസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കപ്പലിലെ ചരക്കു വിവരങ്ങളുടെയും യാത്രക്കാരുടെയും സമഗ്ര വിവരങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ കാർഗോ മാനിഫെസ്റ്റ്. എന്നാൽ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. കൊച്ചിയിലെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ഇവരിൽ 10ഓളം പേർക്ക് കോവിഡ് ബാധിച്ചതും തടസ്സമായി മാറി. ഫോർട്ട് കൊച്ചിയിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലാണ് കപ്പലുടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം ഡയറക്ടർ ജനറലിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. കപ്പലിൻ്റെ ക്യാപ്റ്റനായ റഷ്യക്കാരൻ, ചീഫ് എഞ്ചിനീയറായ ഉക്രൈൻകാരൻ, സെക്കൻഡ് എഞ്ചിനീയറായ ജോർജിയക്കാരൻ, ഇവർക്ക് പുറമെ മറ്റൊരു ഉക്രൈൻ സ്വദേശിയും 20ഓളം ഫിലിപ്പൈൻസുകാരുമാണ് കപ്പലിലുണ്ടായിരുന്നത്. മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന വിധം ഉദാസീനമായി കപ്പലിനെ കൈകാര്യം ചെയ്തു എന്ന വകുപ്പാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. സർക്കാർ നിയമ നടപടികൾ ശക്തമാക്കിയതോടെ കപ്പൽ കമ്പനിയും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. എൽസ-3യിലെ ടാങ്കുകളിലെ എണ്ണ പുറത്തെടുക്കുവാൻ 26 ദിവസം വരെ നീളുന്ന ആക്ഷൻ പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സാൽവേജ് ഓപ്പറേഷൻ്റെ രൂപരേഖ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിങ്ങിന് സമർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും കപ്പലിൻ്റെ വോയേജ് ഡേറ്റ റെക്കോർഡർ VDR ലഭിച്ചിട്ടില്ല. മുങ്ങൽ വിദഗ്ധർ പരിശോധിച്ചെങ്കിലും VDR ലഭ്യമായാലേ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂ. ഇപ്പോഴത്തെ മൺസൂൺ കാലവും ട്രോളിംഗ് നിരോധനവും വന്നതോടെ കപ്പൽ അപകടങ്ങൾ കേരള തീരത്ത് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വലുതാണ്. നഷ്ടപരിഹാര നടപടികൾ എങ്ങനെയായിരിക്കും എന്നതിലും അവ്യക്തത തുടരുകയാണ്. 1958 മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരമാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഇപ്പോൾ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ ചേർത്താണ് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കപ്പൽ അപകടങ്ങളെല്ലാം ഇന്ത്യക്ക് നൽകുന്നത് പുതിയ പാഠങ്ങളാണ്. മാരിടൈം മേഖലയിൽ വളരെ സങ്കീർണമായ നിയമ നടപടികൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഭാവിയിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ നയങ്ങൾ രൂപീകരിക്കുവാനും കഴിയണം. ഇന്ത്യൻ തുറമുഖങ്ങളിൽ അടുക്കുന്ന കപ്പലുകളുടെ സാങ്കേതികവും നിയമപരവുമായ എല്ലാ കാര്യങ്ങളിലും
വളരെയധികം സൂക്ഷ്മതയോടെയുള്ള നിരീക്ഷണം നടത്തേണ്ട കാലമാണ് ഇനി വരുന്നത്. കപ്പൽ അപകടം നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദികളിൽ നിന്ന് അർഹമായ തരത്തിലുള്ള നഷ്ടപരിഹാരം നേടിയെടുക്കുക എന്നത് നിരവധി നിയമപരമായ കടമ്പകളിലൂടെ ആയിരിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിൻ്റെ മറ്റൊരു പ്രധാന സമുദ്ര വ്യാപാര കേന്ദ്രമായി മാറിയതോടെ ഇനി വളരെയധികം ജാഗ്രതയോടെയുള്ള സമീപനങ്ങളാണ് വേണ്ടിവരുന്നത്. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.